ഞാൻ 5 മിനിറ്റ് തന്നെ പൊക്കി പറയുന്നത് വേണമെങ്കിൽ പൊക്കിക്കോളാം. എന്നെ നോക്ക്, നമ്മള് കുഞ്ഞിലോട്ടേ കാണൂല. ഞാൻ ആക്ച്വലി കുറച്ച് ശരി തോന്നുന്നില്ല. അവിടെ സാറ് ഭയങ്കര ഷോട്ട് വയ്ക്കുമ്പോൾ ഇതൊരു ചിരിയാണ്. ഈ ചെറിയ തമാശക്ക് പ്രകമ്പനം കൊള്ളിക്കും. വലിയ കാര്യമായിട്ട് പറയുന്ന തമാശക്ക് ഒരു റിയാക്ഷൻ 5 തമാശ ഏറ്റില്ല. ഇല്ലിക്കാട് അനങ്ങിയതല്ലാതെ. വിദ്യയുടെ 50 രൂപയും ദീപയുടെ അരപ്പവനും കളഞ്ഞുപോയി. ആദ്യം ഏതാണ് കണ്ടുപിടിക്കുന്നത് കാരണം? ഞാൻ മറ്റുള്ളൊരു കാര്യത്തിൽ അധികം ഞാൻ പറയട്ടെ, കിട്ടിയില്ലല്ലോ. വിദ്യയുടെ എന്താ? വിദ്യ ധനാൽ സർവധനാൽ പ്രധാനം. അതെന്താ കണക്ഷൻ? വിദ്യയുടെ ധനമാണ് 50 രൂപ. അവളുടെ ധനമാണ് സർവധനാൽ പ്രധാനം. ദീപയുടെ അരപ്പവന് ഇവിടെ വാല്യൂ ഇല്ല. ബട്ടർഫ്ലൈക്ക് എത്ര കാലുണ്ട്? ചിറകുണ്ട്, കാലുണ്ട്. ഞാൻ ഈ ബട്ടർഫ്ലൈന് പൊക്കി കാലുണ്ടോന്നും നോക്കിയിട്ടൊന്നുമില്ല. ഇത് തേല ചിറക് കാണുന്ന നല്ല ഭംഗിയിട്ട് കഴിഞ്ഞു. ബട്ടർഫ്ലൈന് പൊക്കി നോക്കി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഹണ്ട് മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ്. അതിന് നമ്മുടെ പോലെ നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ഭാവന ചേച്ചി, ആദിത്യ ചേച്ചി, ഡി and ചഞ്ചേട്ടൻ and നിഖിലാൽ. വെൽക്കം ടു ഷോ. എന്താ അല്ല ബീഡിന്റെ ചേച്ചി കേട്ട അല്ല, നമ്മള് ഡി എന്ന് വിളിച്ച് നമ്മള് ശീലമായി പോയി. പറ്റി നല്ല മതിപ്പാണ്. ഇത്രയും വലിയ ആങ്കർ ഒക്കെ ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് ആങ്കറിങ് ചെയ്യുമ്പോ കയ്യിൽ നിന്ന് ചെറിയൊരു വിറയലും ഉണ്ട്. ചേച്ചി 2 ദിവസമായിട്ട് എന്നെ അറിഞ്ഞോണ്ടി. ഓക്കെ, നമുക്ക് ചേച്ചി തന്നെ തുടങ്ങാം. തുടങ്ങാൻ ഞെട്ടിയൊക്കെ ഉണ്ട്. ഇല്ല, നമുക്ക് തുടങ്ങാം. ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് മൂവിനെ പറ്റി അത് പറഞ്ഞ എന്നാ ക്യാരക്ടർ. ട്രെയിലറൊക്കെ കണ്ടു, പക്ഷെ അതിനകത്ത് ചെറുതായിട്ട് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇത് ബേസിക്കലി ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഓക്കെ, അതൊരു ഹൊറർ ടച്ചിൽ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതാണ് ഒരു ഇത്. പിന്നെ അതാണ് ഇതിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഫോറൻസിക്കില് വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഞാനൊരു PG റെസിഡന്റ് ആണ്. അപ്പൊ എനിക്കൊരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ബോഡി കിട്ടുന്നതിന് തുടങ്ങി ഉള്ള കാര്യങ്ങളാണ് പിന്നെ ഈ മൂവി പറയുന്നത്. ലൈക്ക് ആ ബോഡി ആരുടെയാണ് എന്നുള്ള കാര്യങ്ങളും അതെങ്ങനെ അത് പിന്നെ ട്വിസ്റ്റ് ആൻഡ് ടേൺസിലൂടെ പുറത്തു വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ക്യാരക്ടറിലൂടെ പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിന്റെ പേര് കീർത്തി. ഓക്കെ, നിങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷൻ സീൻ കാണാൻ ചന്തുണ്ട്. ഞങ്ങൾ 3 ആളും കോമ്പൗണ്ട്. എനിക്കൊരു കുറച്ചുണ്ട്. ഇല്ല, പോസ്റ്ററിൽ തന്നെ നോക്ക്. ചേച്ചി പേടിച്ച് നിൽക്കുന്ന ചേച്ചി ബാക്കി ഇങ്ങനെ ഞെട്ടി പ്രയത്തപ്പോഴൊക്കെ കറക്റ്റ് ശരിക്കും. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ക്യാരക്ടറിന്റെ പേര് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ്. എന്റെ ക്യാരക്ടർ പേര് സാറ ഈപ്പൻ. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിട്ടാണ്. പിന്നെ അത് വളരെ സസ്പെൻസ്. ഇത് മെഡിക്കൽ സ്റ്റുഡന്റ്, അവിടെ ഫോറൻസിക് സ്റ്റുഡന്റ്, ഫോറൻസിക് റെസിഡന്റ്. ഓക്കെ, നമ്മളൊരു കണക്ഷൻ നിങ്ങൾക്ക് മൂവി കാണുമ്പോൾ അത് നമുക്കത് പറയാൻ പറ്റില്ല. മൂവി കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ ആണ്. കുറച്ച് സസ്പെൻസ് ആയിട്ടുള്ള ഒരു റോളാണ്. അതിഥി രവി എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളിപ്പം ടൈറ്റാനിക്കിലെ റോസ് എന്നാണ് നമ്മൾ ഏറ്റവും അധികം ഇംഗ്ലീഷിൽ നല്ല ഓഫീസൊന്നും വന്നില്ല. അങ്ങനെ ചെയ്യണമെന്ന് വല്ല ആരെങ്കിലും ശരിക്കും കറക്റ്റ് റോസിനെ പോലെ ഉണ്ടായിരുന്നു. റിയലി അത് കണ്ടിട്ട് എല്ലാരും പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു. ആ മാല കറക്റ്റ് എവിടെ നോക്കി? ഇവിടെ ഫോട്ടോഗ്രാഫർ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫോട്ടോഗ്രാഫർ നടന്നതല്ലേ? ഫോട്ടോഗ്രാഫറിന് സന്തോഷമായി. ഇനി ചേട്ടൻ, നിങ്ങൾ തമ്മിൽ മറ്റേ 12th മാൻ മൂവിയില് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാനും ചന്തു ചേട്ടനെ പെയർ ചെയ്യുന്നു. അനുവും അതിഥിയായിരുന്നു. അനു ഇതിലുണ്ട്.
ഓക്കെ വെരി കൺഫ്യൂസിങ്. ഞങ്ങളൊരു മാഫിയാണ്. എന്റെ കൂടെ ഉണ്ടെന്ന് സാറ് വരെ കണ്ടെത്തിയ ഒരു മാഫിയ. അതെ. അപ്പൊ എന്നായിരുന്നു ക്യാരക്ടർ? ഇതില് ഷാനവാസ് പേരുള്ള ഷാനുഖ് ഖാൻ എല്ലാരും വിളിക്കുന്ന ഇതേ ഇവര് പഠിക്കുന്ന ഷാനുഖ് ഖാൻ ഷാറൂഖ് ഖാൻ കേട്ടോ അല്ലേ? ആ കോളേജിൽ ഞാൻ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥി തന്നെ, സെയിം ഡോക്ടർ തന്നെ. ഭാവന ചേച്ചിയുടെ കൂടെ അഭിനയിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര രസമല്ലേ? നിങ്ങള് അത് കഴിഞ്ഞിട്ടൊരു മൗനം. അത് ആലോചന ഞാൻ 5 മിനിറ്റിന് പൊക്കി പറയുന്നത്. വേണമെങ്കിൽ പൊക്കിക്കോളാം, എനിക്ക് എന്നെ നോക്ക്. നമ്മൾ ആദ്യം ചെല്ലുമ്പോ അവരായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. നമ്മള് കുഞ്ഞിലോട്ടേ കാണുമല്ലോ. എന്ത് രസമാവുന്ന ഭംഗിയാന്ന് വലുതായി ഇത്ര എത്തി നേരിട്ട് കണ്ടു. ആദ്യം ഭയങ്കര ഇൻട്രോവേർട്ടാന്ന് വിചാരിച്ചു, പിന്നെ സിങ്കായി. ഞാൻ ആക്ച്വലി കുറച്ച് ആണ് സെറ്റിൽ തോന്നിയതേ ഇല്ല. അവിടെ സാറ് ഭയങ്കര ഷോട്ട് വയ്ക്കുമ്പോഴും ചിരി 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 ചിരി. ഇതൊരു ചിരിയാണ്, ചെറിയ തമാശക്കൊക്കെ പ്രകമ്പനം കൊള്ളിക്കും. വലിയ കാര്യമായിട്ട് പറയുന്ന തമാശക്ക് റിയാക്ഷൻ 5 തമാശ പറഞ്ഞു ഏറ്റില്ല. ഇല്ലിക്കാട് അനങ്ങിയതല്ലാതെ. അപ്പം ശരിയാ ചേച്ചി, പണ്ടും എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും നല്ല സുന്ദരിയായിട്ട്. വെരി ഗുഡ് ഫ്രണ്ട്. അങ്ങനെ ആ സോൺ ഉണ്ടാക്കി. എല്ലാ സമയവും നമുക്ക് അങ്ങനെ ആവാറില്ല. എല്ലായിടത്തും നമ്മൾ 12th മാനിലെ കംഫർട്ട് സോൺ ഉണ്ടായതുപോലെ നമുക്ക് എന്നും ടെക്സ്റ്റ് ഒക്കെ ചെയ്ത് എന്തോ എന്നും ഇറ്റ്സ് വെരി നൈസ് പേഴ്സൺ. ഇരുത്തിക്കൊണ്ട് പറയുന്നത് വെരി നൈസ്. ഓക്കെ, സന്തോഷമായല്ലോ. ഓക്കെ, ഈ ഇന്റർവ്യൂല് മതി. ഇതിന്റെ ഇടയ്ക്കുള്ളതൊക്കെ കട്ട്. പുതിയ ഇനി ഡിഡി പറഞ്ഞട്ടെ ക്യാരക്ടർ. ഡിഡിന്ന് നമുക്ക് വരത്തുള്ളൂ. വരത്തില്ല, ഞങ്ങൾ ജന്മത്ത് വിളിച്ചിട്ടില്ല. ഞങ്ങക്ക് ഡിഡി ടി വി കണ്ടാന്ന് തോന്നുന്നു ഡിഡി. ചേച്ചിയോട് ഡെയിന്റെ ശരിക്കുള്ള പേര് എന്താ ചോദിച്ചാളാ? അല്ല, എന്റെ ഇതില് ഡോക്ടർ തന്നെയാണ്, മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്, ഡോക്ടറാണ്. കുഞ്ചെറിയ അല്ലേ? കുഞ്ചെറിയ അല്ലേ? അവിടെ കാണുമ്പോ വേറെ തന്നെ കുഞ്ചെറിയ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഇവരുടെ കൂടെ തന്നെയുള്ള ഇവരുടെ ഫ്രണ്ടാണ്. ഇങ്ങനെ വന്നു പോകുന്നൊരു ക്യാരക്ടർ. എന്താ കഥ പറയണോ വേണ്ട ചോദിക്കായിരുന്നു. അതെ, റൈറ്റർ പ്രത്യേകിച്ച് നമ്മൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് ഷാജി കാല സാർ. പണ്ട് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ സാറിന്റെ എല്ലാ മൂവീസും നമുക്ക് ഭയങ്കര എന്താ ഹരം കൊള്ളിക്കും. ഓക്കെ, ആ ഒരു സാറിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്? നമുക്കും വലിയ സ്വപ്നമാണ് കണ്ടു വളർന്നിട്ടുള്ള ഒരു സംവിധായകൻ. നമ്മളിപ്പോ നരസിംഹമാറാം നമ്പുരാനോ ഒന്നും കാണുന്ന നമുക്കറിയില്ല. നാളെ ഏതൊരു കാലത്ത് ഷാജിക്കയുടെ സിനിമയിൽ ഞാനായിരുന്നു, അപ്പൊ എന്റെ ഒരു ഹോസ്റ്റലിൽ വരും, ഷാജിക്കയുടെ ഞാനുണ്ട് എന്നൊക്കെ പറയുന്നു. പിന്നെ ഞാൻ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്നു, ഞാൻ സാറിന് സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയ ഭാഗ്യമാണ്. സാറിനോട് നിൽക്കാൻ പറ്റിയ ഭാഗ്യമാണ് ശരിക്കും. അപ്പൊ ഞാനിപ്പോ ഷാജി സാറ് പടത്തിന് അപ്രോച്ച് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കുറിച്ചെങ്കിൽ ഞാൻ അങ്ങനെ പോകേണ്ടതല്ല. പക്ഷെ എനിക്ക് പരിചയമുള്ളതും എനിക്ക് ഭയങ്കര അടുപ്പമുള്ളതും ആയതുകൊണ്ട് ആ ത്രൂ ആണ് എനിക്ക് പോവാൻ പോലും പറ്റിയത്. അതായത് ഞാൻ വെറുതെ ഷാജി സാറിന്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ കിട്ടിയത് ഭാഗ്യമാണ്. കാരണം പരിചയം ഒരുപാട് പഠിക്കാൻ പറ്റി. ഭാവന ചേച്ചിയിലോട്ട് ആദ്യമേ തന്നെ നമ്മള് ഫിക്സ് ചെയ്തതാണോ അതോ പുള്ളിക്കാരത്തേക്ക് വേണ്ടി എഴുതിയ മൂവിയാണോ? നമ്മളൊരു ക്യാരക്ടർ എഴുതുന്നു, നമ്മളത് എഴുതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു ആരെ കാസ്റ്റ് ചെയ്യണം എന്നുള്ള ഇതിലേക്ക് പല ഓപ്ഷനിലും നമ്മളങ്ങനെ ആലോചിക്കുന്നു. ആ സമയത്ത് നമ്മൾ ഭാവനയെ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോൾ ഭാവന സിനിമ ചെയ്യുന്നു എന്ന് പറയുന്ന സമയമായതുകൊണ്ട് അങ്ങനെ നമ്മൾ പോയി കഥ പറയുന്നു.
ഭാവിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഭാവി ചെയ്തു. ചെയ്തു. അതെ, യെസ്, അതാണ് നമുക്കും അറിയേണ്ടത്. ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെ ഈ ഹണ്ട് വ്യത്യസ്തമായിട്ടുള്ളത്? എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇതില് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അങ്ങ് റിവീൽ ആയിപ്പോവും. അത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്റെ അടുത്തേക്ക് വരുന്ന ഒരു കാര്യമാണ്, ഞാൻ അന്വേഷിച്ച് പോകുന്നതല്ല. എന്റെ അടുത്തേക്ക് എന്നെ തേടി വരുന്ന ഒരു കാര്യമാണ്. അത് പക്ഷെ അത് കൂടുതൽ പറയാൻ വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു ഇത് പോവും, സസ്പെൻസ് പോവും. അപ്പം എന്തോ സംതിങ് ബിഹൈൻഡ് എന്തോ ഉണ്ടല്ലേ, രഹസ്യം. പാറ്റേൺ ഉണ്ട്, ഇതൊരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ട് പടത്തിനല്ലേ. ത്രൂ ഔട്ട് ലാഗ് ചെയ്യിപ്പിക്കാതെ ഞങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്ത് വെക്കുവോ? അല്ല, അങ്ങനെ സംഭവത്തിൽ സോറി എനിക്ക് കിട്ടിയില്ല കേട്ടോ. മുൾമുനയിൽ നിർത്തുന്നവരെ നിർത്തുവോ? മുൾമുനയിൽ നിൽക്കുമെന്നറിയില്ല, എന്നാലും ഉദ്യോഗജനകമായിരിക്കും. ഇനി നമുക്ക് കുഞ്ഞൊരു ഗെയിമിലോട്ട് പോവാം. നിങ്ങൾ ഇപ്പൊ ആദ്യം തന്നെ ചേച്ചി പറഞ്ഞു മടുത്ത്, ഐ മീൻ ബോറടിച്ചെന്ന് പറഞ്ഞത്. ചെറിയൊരു കുസൃതി ചോദ്യത്തിന്റെ ചെറിയൊരു സെഗ്മെന്റ് ആണ്. കുസൃതി ചോദ്യമാണോ? അതെ, ആർക്കും ഉത്തരം പറയാം, ബുദ്ധിയുള്ള ആർക്കും ഉത്തരം പറയാം. ഓക്കെ, ഉത്തരം കിട്ടിയില്ല. കുസൃതി ചോദ്യമാണോ എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത് ജനറൽ നോളജ് ആണ്. ജനറൽ നോളജ് ആണ്. അങ്ങനെ ജനറൽ നോളജ് ഒന്നും അല്ല, എനിക്ക് പറയാൻ പറ്റൂലേ. ഞാൻ കിറ്റ് ചെയ്തു ഈ ഷോയിൽ ഞാൻ ഇല്ല, ഞാൻ ചോദിക്കാം. ഒരു ഷട്ടിൽ കോക്കിൽ എത്ര ഫെദേഴ്സ് ഉണ്ട്? ഓ മൈ ഗോഡ്, ആർക്കറിയാം, എല്ലാവർക്കും പറ. മറ്റേ ഷട്ടിൽ കോക്കില്ലേ, നമ്മളെ ഷട്ടിൽ കളിക്കുന്നേ, അതാ മറ്റേ കോക്ക് അല്ലല്ല, അല്ല 12 പറഞ്ഞു. ഓക്കെ, ഇവിടെ 8, 12, കമോൺ 11. 11. ഓക്കെ, എടാ ഒരു കോക്ക് ഓക്കെ, ഇവിടെ 16, 16. 16. 16 ആ 16 ആയിരുന്നു. 16. ഓക്കെ, ഒറ്റ ചോദ്യമുള്ളൂ ക്വിസ്. അതെ, ക്യൂസ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ നോളജ് ആണെന്ന് ചെക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനി കുസൃതി ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അയ്യോ, ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് KSB പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരാൾ ഓഫ് ചെയ്യത്തില്ല. അതാരാ? ഒന്ന് ഇവിടെ ഉറങ്ങുന്നതിന് മുമ്പ് ഓഫ് ചെയ്യണമെന്ന് ലൈറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ലൈറ്റ് ഫാനിൽ ഓഫ് ചെയ്ത് കിടന്നുറങ്ങണമെന്ന് KSB ഇങ്ങനെ പറയുമല്ലോ. പക്ഷെ ഒരാളൊഴികെ ബാക്കി എല്ലാരും ചെയ്യും. ആ ചെയ്യാത്ത ആളാരാ? ഓ, കൊച്ചു കള്ളൻ. ചന്തി കത്തിക്കൊണ്ടിരിക്കില്ലേ? എന്റെ വീട്ടിലൊരു ലൈറ്റ് എപ്പോഴും കത്തി കിടക്കാറുണ്ട്. അതെന്തിനാ? ഞാൻ ഇവിടെ എത്തിച്ചെടുക്കും. അങ്ങനെ പറയരുത്, KSB എനിക്ക് 10 പോയിന്റ്. ഇതിൽ ജയിക്കുന്ന ആള് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് നോക്കാനാണ് എന്നും ഇഷ്ടം. അങ്ങനെ പറയരുത്, അങ്ങനെ മതം പറയരുത്. ഓക്കെ, വിദ്യയുടെ കയ്യിൽ 50 രൂപയുണ്ട്. വിദ്യയുടെ കയ്യിൽ 50 രൂപയും ദീപയുടെ അരപ്പവനും കളഞ്ഞുപോയി. വിദ്യയും ദീപയും 2 ഫ്രണ്ട്സാ. അത് വിദ്യയുടെ കയ്യിൽ ഒരു 50 രൂപയുണ്ട്. ദീപയുടെ അരപ്പവനും കളഞ്ഞുപോയി. അതിൽ ആരുടെ എന്താദ്യം കണ്ടുപിടിക്കും? അല്ല, ശരി, 50 രൂപയാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്, അരപ്പവനാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. സംഭവം ചോദ്യം ഒന്നും കൂടി പറഞ്ഞ. ഒരാളിന് 50 രൂപ പോയി. ഒന്നും കൂടെ അല്ലല്ല, ഒന്നും കൂടെ അല്ലല്ല പറയുന്നുണ്ടേ, ശ്രദ്ധിച്ചോ. വിദ്യയുടെ 50 രൂപയും ദീപയുടെ അരപ്പവനും കളഞ്ഞുപോയി എങ്കിൽ ആദ്യം ഏതാണ് കണ്ടുപിടിക്കുന്നത് കാരണം? ആദ്യത്തെ പേരെന്താ? വിദ്യ. ഞാൻ ഒന്നത് മറ്റുള്ളൊരു കാര്യത്തിൽ അധികം നമ്മൾ പുറത്തുനിന്നൊന്നും കേൾക്കരുത് കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി പറയാം. വിദ്യയുടെ 50 രൂപ പോയി. വിദ്യയുടെ 50 രൂപ പോയി, ദീപയുടെ അരപ്പവനും പോയി. ഇതിലേത് ആദ്യം കണ്ടുപിടിക്കുന്നത് ആൻഡ് വൈ? കഴിഞ്ഞ ടൈം ഇനി ഞാൻ പറയട്ടെ, കിട്ടിയില്ലല്ലോ. വിദ്യയുടെ എന്താ വിദ്യയാണ് ആദ്യം കണ്ടുപിടിക്കാതെ, അതിന് പ്രത്യേകിച്ച് ഉത്തരവില്ല. കാരണം വിദ്യ ധനാൽ സർവധനാൽ പ്രധാനം. വിദ്യ വിദ്യ അല്ല പറ. സർവധനാൽ പ്രധാനം. വിദ്യാദാനമല്ല, വിദ്യാധനം. അതെന്താ കണക്ഷൻ? വിദ്യയുടെ ധനമാണ് 50 രൂപ. അവളുടെ ധനമാണ് സർവധനാൽ പ്രധാനം.
മനസ്സിലായി? ഞാൻ ദീപയുടെ കൂടെയാ. ദീപയുടെ അരപ്പവന് ഇവിടെ വാല്യൂ ഇല്ല. ഞങ്ങൾക്ക് വിദ്യയുടെ കഷ്ടപ്പെട്ടുണ്ടാക്കി അതെ, അരപ്പവന് 50 രൂപ പോയാ പൊട്ടെന്ന് വിചാരിക്കാം. തങ്കം സാർ അവര്. ഓക്കെ. മുട്ടവിൻ തുറക്കപ്പെടും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, കാരണം എന്നാ? തുറക്കപ്പെടുന്നുണ്ട്. മുട്ടുവരും തുറക്കും. മുട്ടി അങ്ങനെ തുറക്കത്തുള്ളൂ എന്ന് ഈശോ പറയാൻ കാരണം എന്നാ? പണ്ട് മുട്ട എന്ത് തുറക്കുന്ന? മുട്ടുവിൻ തുറക്കപ്പെടും. ഡോറോ. മുട്ടവിൻ തുറക്കപ്പെടും. എന്തുകൊണ്ട് യേശു അങ്ങനെ പറഞ്ഞു? യാ. ദൈവത്തിനും വിടുത്തില്ല. എന്തിനു പറഞ്ഞു? എന്നാ എന്നാ പറയാമോ? ദൈവം എന്തിനാ അങ്ങനെ പറഞ്ഞു? എന്റെ അർത്ഥം പറ്റത്തില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ പറ്റും. എനിക്ക് താല്പര്യമില്ല. ഒന്നുമില്ല, പണ്ട് കോളിംഗ് ബെൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് എന്താ ഇല്ലായിരുന്നു. അല്ല, യേശു ഞാനൊരു കേട്ടാ. ഒന്നാമത് വലിയ നമുക്ക് അവിടെ ഒരു പൊടി, ഇത് വെറും തമാശ. ഇത് ആ, പണ്ടത്തെ അങ്ങനെ പറ. കണ്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളൂ. ചിന്തിച്ചു പോകരുത്. ഇത് ഇവളീ കുട്ടി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് എന്താന്ന് അറിയോ? അവൾക്ക് തന്നെ ഉത്തരം പറയണം. അതാണ് ഈ ബുദ്ധിയെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ആ സാധനം അടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൊണ്ട് Okay, എനിക്ക് എല്ലാം അറിയുന്നൊരു ക്വസ്റ്റ്യൻസ് പറയാം. അയ്യോ, എന്തായിരുന്നു? ഓടും കുതിര ചടങ്ങ് അങ്ങനെയാണോ? അയ്യേ, അങ്ങനെയൊന്നുമില്ല. അച്ഛൻ വന്നു എന്ന് പറയുന്ന ഫ്രൂട്ട്. അച്ഛൻ വന്നു എന്ന് പറയുന്ന ഫ്രൂട്ട്. പപ്പായ. ആ, കണ്ടോ? അത് പറഞ്ഞ ആൻസർ. പിന്നെ എന്താ വേണം? അതെങ്കിലും ഞങ്ങൾക്ക് ആലോചിക്കാൻ സമയമാണ്. ബട്ടർഫ്ലൈക്ക് എത്ര കാലുണ്ട്? ചിറകല്ലേ? ചിറകുണ്ട്, കാലുണ്ട്. കാല്. ഞാൻ പറഞ്ഞു. ചുമ്മാ guess. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. 6. പറ്റത്തില്ലോട്ടോ, നിങ്ങൾ എന്താ ഇങ്ങനെ? ഞാൻ ചോദിക്കുന്നതിനൊന്നും ഉത്തരം. ഞാൻ ഈ ബട്ടർഫ്ലൈന് പൊക്കി കാലുണ്ടോന്നും നോക്കിയിട്ടൊന്നുമില്ല. ഇത് മേലെ ചിറകാണെന്നാ നല്ല ഭംഗി. കഴിഞ്ഞു. ബട്ടർഫ്ലൈന് പൊക്കി നോക്കി കാലൊന്നും നിന്നിട്ടില്ല. വേണ്ട, ഞാൻ മിണ്ടത്തില്ല. പറയുമ്പോൾ കളറുണ്ട്, കാണുമ്പോൾ കളറില്ല. എന്നാ? നിറം. അല്ല. പറയുമ്പോ കളറുണ്ടോ? ആ, കാണുമ്പോൾ കളറില്ല. കമോൺ കമോൺ, ആലോചിക്കുന്നു. മനുഷ്യ ഭയങ്കര ആലോചന എല്ലാമൊക്കെ. എന്തോരു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വിശക്കും എന്ന് കഴിക്കാൻ പച്ചവെള്ളം. പച്ചവെള്ളം. ആ, കറക്റ്റ്. പച്ച ഓ ഭാഗ്യം. ഞാൻ അല്ലെങ്കിൽ നിരാശയോടുകൂടി മടങ്ങേണ്ടി വന്നു. ലാസ്റ്റ് ചോദ്യം. എത്ര വയസ്സായടാ? ഇതിനെയും ഡെയിനെ ഒന്ന് കെട്ടി നിർത്തേണ്ട സമയം പപ്പായൊക്കെ പറഞ്ഞു. ഇതിനെ ഈ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഈ ബുദ്ധിജീവി പപ്പായ അതൊക്കെ. ലാസ്റ്റ് ചോദ്യം. ഇതോടുകൂടി നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ റൗണ്ട് കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ. ലാസ്റ്റ് ചോദ്യം ഒരെണ്ണം കൂടെ ഉണ്ടാകും. എല്ലാം കേട്ടിട്ടോണം ജനം ഹണ്ട് പോയി കാണും. അതെ. അതെ, ആ ഒരു അയ്യോ, ആവേശം. 9 ഓഗസ്റ്റ്. ഞാൻ ഓർത്തിരിക്കും. ഒരു പൂ വിരിയാൻ എത്ര ഡേയ്സ് വേണം? ഒരു ദിവസം മതി. ഒരു ചോദ്യം ശ്രദ്ധിച്ച് കേൾക്ക. ഒരു പൂവ് വിരിയാൻ എത്ര ദിവസം വേണം? കുസൃതി ചോദ്യമാണോ? ആ, ഒരു പൂ വിരി എത്ര ദിവസം വേണം? ഒരു ദിവസം മതി. പൂവ് വിരിയാൻ. അത് ഒരു ദിവസമല്ലേ വിരിയുള്ളൂ. ഒന്ന് എത്ര ദിവസം വേണം വിരിയാൻ ഒരു ദിവസം മതി. പൂവ് വിരിയാൻ? അര ദിവസം മതി. അടുത്ത കുറച്ച് മണിക്കൂർ മതി. അടുത്ത കുറച്ച് സമയം മാത്രം. ഇത് പൂവ് ആ ആ മുട്ടെടുപ്പ് തൊട്ടുള്ളത് വേണോ? അതോ എങ്ങനെയാ? ചെടി ചെടി വെള്ളമൊക്കെ. എണ്ണം പറ. നോർമലി പൂ വിരിയാൻ എത്ര ദിവസം വേണം? ഏത് പൂവാ? വിരിയാൻ ഏത് ടൈപ്പ് ഓഫ് പൂവാ? പല പൂക്കളും പല രീതിയിലും. കുറെ ഫ്ലഷിയ വിരിയുന്ന പോലെയല്ല നീലക്കുറിഞ്ഞി വിരിയുന്നത്. പല ആക്ച്വലി ഓൾറെഡി പൂവ് വിരിഞ്ഞിരിക്കല്ലേ, പിന്നെ എങ്ങനെ അത് വീണ്ടും വിരിയുന്നേ? ഇന്ന് മനസ്സിലായില്ല ചോദ്യം. അല്ല, കുസൃതി ചോദ്യം. നിങ്ങൾ ആ ലോജിക്ക് നോക്ക്. വീട്ടിൽ പോയ ഭാവനെ ഞാൻ വിളിച്ചു വിടും. പൂ വിരിയാൻ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. സോ ഫൈനലി ഓഗസ്റ്റ് മാസം 9-ാം തീയതി നമ്മൾ മൂവി തിയേറ്ററിലേക്ക് വരുവാണ്. അതാ നല്ലത്. ഇനി അടുത്ത ചേച്ചിയുടെ ഹണ്ടല്ലാതെ വരാനിരിക്കുന്ന മൂവീസ്. ഞാനിപ്പോ പൂവിരിഞ്ഞേര് നിൽക്കാം. അയ്യോ, വേണ്ട, നമുക്ക് പോയി. ഇതെങ്കിലും ഒന്ന് വിരിഞ്ഞ് പുറത്തേക്ക് പോവാ. ഹണ്ടിലേക്ക് വരിക. ഹണ്ട് ഹണ്ടല്ലാതെ നെക്സ്റ്റ് മൂവീസ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവി ഉത്തരകാണ്ഡ എന്ന് പറഞ്ഞൊരു കന്നഡ മൂവിയാണ്. ശിവരാജ് കുമാറിന്റെ ഒരു ഫിലിം.
അതല്ലാതെ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 മൂവിക്ക് പേരിട്ടിട്ടില്ല. അത് രണ്ടും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ കന്നഡ, തമിഴ്, തെലുങ്ക് എന്നല്ല മലയാളത്തിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പ്ലാനിങ് ഉണ്ടോ? മലയാളം 2 നടന്നുകൊണ്ടിരിക്കുന്നു, 2 ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിന് പേരിട്ടില്ല. ഈ ബിസി സ്കെഡ്യൂളിൽ എങ്ങനെയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്യുന്നേ? അത്ര ബിസി സ്കെഡ്യൂളൊന്നും ഇവിടെ കുറച്ച് ദിവസം പഠിക്കാം, കുറച്ച് ദിവസം പഠിക്കാം, കുറച്ച് റെസ്റ്റ് വേണ്ടേ? പുള്ളി ഇത് ചാർട്ട് ചെയ്യും. അവരെങ്കിലും 10 ദിവസം വളരെ എളുപ്പമുള്ള പരിപാടി. ചന്ദ്രേട്ടന് നെക്സ്റ്റ് വരാനിരിക്കുന്ന മൂവി ഇറങ്ങാൻ പ്രായമൊന്നൊരു മൂവിയുണ്ട്, ഖജുരാഹോ ഡ്രീംസ് ഉണ്ട്, റാം എന്ന ലാലിട്ടുന്ന മൂവിയുണ്ട്. ചെയ്യാൻ പോകുന്നില്ല, എൻ്റെ ഒരു ലീഡ് മൂവി സ്റ്റാർട്ട് ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഷാജി കൈലാസ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ചേച്ചിക്ക് എങ്ങനെയായിരുന്നു? ഐ മീൻ അതേപോലെ ലെജൻഡ് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യായിരുന്നല്ലോ, സോ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? വളരെ സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ പഠിക്കാനുണ്ട്. അവരുടെ ഉള്ളില് അവർ കറക്റ്റ് കണ്ടുവച്ചിട്ടുണ്ടാവും ഷോട്ട് വരുന്നത്, അതിങ്ങനെ സീൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ അവരെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു കൊടുക്കാന്ന് വെച്ച് നമുക്കത് അതിങ്ങനെ പറയാൻ പറ്റില്ല. യൂനോ, അത് നമുക്കങ്ങനെ അത് ഒരു പ്രോസസ്സിൽ വരുന്ന കാര്യമാണ്. നമുക്ക് കിട്ടുന്ന പിന്നെ കുറെ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറെ കൂടി പ്രൊഫഷണൽ ആവാൻ പറ്റും. അവരുടെ ഈ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ടൈമിൽ വരുന്നത് ഒക്കെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ. ഓക്കെ, ഡിഡി ഇനി ആങ്കറിങ്ങും ആക്ടിങ് ഇതെല്ലാം കൂടെ എങ്ങനെയാ ചെയ്യുന്നത്? ബുദ്ധിമുട്ടാണ് എങ്കിലും ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെ ഈ ശമ്പളമൊക്കെ കിട്ടുന്നോണ്ട് അങ്ങനെ ചെയ്തു പോവന്നെ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്നാ? വെറുതിരിക്കാന്നുള്ളതാണ് എളുപ്പമുള്ള പരിപാടി. ഇത് രണ്ട് ഏതാ? ചൂസ് എനി വൺ. ഇല്ല, എനിക്ക് ഇഷ്ടം ചെയ്യാൻ, എനിക്ക് സിനിമ ഷൂട്ട് ചെയ്യാനാണ്, ഷൂട്ടിങ്ങിന് ഇരിക്കാന്നാണ്, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. എനിക്ക് ഔട്ട്ഡോർ ആണല്ലോ, അപ്പൊ അത് ഓരോ ദിവസവും ഓരോ ലൊക്കേഷൻ ആയിരിക്കും, അത് ഭയങ്കര രസമാണ്. സ്റ്റുഡിയോയിലാകുമ്പോ 50 പിസ്റ്റോൾ കാണും. സ്റ്റുഡിയോയിലാകുമ്പോ ഇതിലാണ് നമ്മള് സ്റ്റുഡിയോന്റെ അകത്ത് ഡെയിലി എല്ലാ ദിവസവും സ്റ്റുഡിയോന്റെ അകത്താണല്ലോ ഷോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും റിപ്പീറ്റ് ആയിട്ട് അതേ വ്യൂ തന്നെയാണ്, സെയിം ലൈറ്റിംഗ്, സെയിം ക്യാമറ പൊസിഷൻ. അപ്പൊ അത് നമുക്ക് ചിലപ്പോ റിപ്പീറ്റേഷൻ പോലെ തോന്നും. സിനിമയിൽ ആ റിപ്പീറ്റേഷൻ തോന്നാറില്ല. പൊതുവെ ആക്ടേഴ്സ് ഒക്കെ ഇപ്പൊ ഡയറക്ടേഴ്സ് ആവുന്നുണ്ട്, താല്പര്യമുണ്ട് ഡയറക്ഷനിലേക്ക്? അത് ഞാൻ ഒന്ന് ആക്ടർ ആവട്ടെ, ശരിക്കുള്ള ഒരു ആക്ടർ ആവട്ടെ. ഓക്കെ, ചേച്ചിയുടെ നെക്സ്റ്റ് മൂവി ഡയറക്ഷൻ അല്ല, ഇനി വരാനിരിക്കുന്ന മൂവി എന്തായിരുന്നു? ഇനിയിപ്പോ വരാനുള്ളത് ഗോകുലം മൂവീസിന്റെ ഞാനും സുരാജാണ് റോഷൻ മാത്യു കൂടെ ചെയ്യുന്നത് ലിക്കറയിൽ എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ഞാനും സൗദിക്കും കൂടെ ആബേൽ എന്ന് പറഞ്ഞ സിനിമ. ഭാവന ചേച്ചിയോട് ഞാൻ ചേച്ചിനോട് ഞാൻ ചോദിച്ചു ഹണ്ടിന്റെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ വരുന്നുണ്ട്, എന്താണ് ഡിഫറൻസ്? ചേച്ചി പറഞ്ഞു എനിക്ക് റിവീൽ ചെയ്യുമ്പോൾ സ്റ്റോറിയിലോട്ട് വരും എന്ന് പറഞ്ഞു. സാർ അത് എഴുതിയപ്പം സാറിന് എന്തായിരുന്നു, ഐ മീൻ എങ്ങനെയാണ് വ്യത്യസ്തത വരുത്തിയത്? നമ്മൾ സ്ഥിരം മലയാളത്തിൽ കണ്ടു പരിചയമില്ലാത്ത ഒരു ഹൊറർ സിനിമ, അതാണ് ഫസ്റ്റ് നമ്മൾ ഇരിക്കുമ്പോൾ. പിന്നെ ഞാനൊരു എന്നെ ഈ ഹൊറർ വിശ്വസിപ്പിക്കാൻ പാടാണ്, അപ്പൊ എന്നെ വിശ്വസിപ്പിക്കുന്നവരെ ഞാനത് എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് അതില് ഞാൻ കണ്ടിട്ടുള്ള ഒരു പുതുമ. പിന്നെ അതില് എന്താ പറയാ, ഒരു ട്രീറ്റ്മെന്റിൽ വ്യത്യാസം എന്തായാലും ഉണ്ട്. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു മറ്റേ പ്രേതം വന്ന് എന്തോ ചെയ്യുന്നു അങ്ങനത്തെ ഒരു സിനിമയല്ല. ഹൊറർ തന്നെ നമ്മൾ മറ്റേ ജംപ് സ്കെയർ ചെയ്യുക അങ്ങനത്തെ അല്ല സിനിമ. പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ബേസിക്കലി കഥ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതിലൊരു പാരനോർമൽ ഒരു കഥാപാത്രം അങ്ങനെ ഒരു ജോണറാണ് ഹണ്ട്. എനിവേ ഓഗസ്റ്റ് മാസം 9-ാം തീയതി മൂവി തിയേറ്ററിലേക്ക് വരുവാണ്. ഫൈനലി നമ്മുടെ പേടിയുണ്ട്. സോ ഫൈനലി എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഓഗസ്റ്റ് 9 സിനിമ പോയി കാണുന്ന അഭിപ്രായം പറയുക. വലിയ സന്തോഷം. ഓഗസ്റ്റ് 9 പടം റിലീസ് ആവുകയാണ്. അപ്പൊ എല്ലാരും കണ്ട് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. അതെ, ഓഗസ്റ്റ് 9 എല്ലാവരും 9 തിയേറ്ററിൽ കണ്ടിട്ട് ഞങ്ങൾ അഭിപ്രായം പറയുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.